അല്ല ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കളത്തറിയാണ് ഇത് ഇവിടെ ഉള്ളത്. കുറച്ച് വലുത് 25 സെൻറ്റിമീറ്ററോളം വരും. അതിൻ്റെ പെയിൻറ്റ് മുഴുവനായിട്ട് അടിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ കാര്യങ്ങൾ ചെയ്യാണ്ട്. അവിടെ ചെറിയ കാലത്തല്ല നമ്മൾ മണിക്കുട്ടൻ 16-17 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫൈബർ അടിക്കാനുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങി വെച്ച് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, ചെയ്തിട്ടില്ല അല്ലേ? വേറെ സാധനം വാങ്ങിയിട്ടോ, ഡ്രില്ലർ വാങ്ങി. ഡ്രില്ലർ അതായത് ഇന്നലെ അർജുന കാലത്തല കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയിരുന്നേ. അപ്പോൾ പോകുന്ന സമയത്ത് ഇതാ ഡ്രില്ലറിൻ്റെ മറ്റേതാണ് കേട്ടോ, പിന്നുകളാണിത് 3 വാങ്ങി. അപ്പോൾ അതിൽ മൂക്കിൽ ഓട്ടോ വെച്ചിട്ടാറില്ല അർജുൻ്റെ ഇത്. അപ്പോൾ എന്താ വെച്ചാൽ ഓട്ടോ വെച്ചിട്ട് ഇന്നലെ കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ ഓട്ടോ വെച്ച് കൊണ്ട് പോയപ്പോൾ നമ്മൾ വിചാരിച്ച സാധനം അവിടെ ഇല്ല. ഇനി അവരെ കൊണ്ട് ഓട്ടോ വെച്ച് ബുദ്ധിമുട്ടിക്കാണ്ടോ വിചാരിച്ച് കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് വാങ്ങി 1600 സംതിങ് എന്താണ് റേറ്റ് വന്നത്. ഇരിക്കട്ടെ കട്ടക്കട്ടെ, ഓട്ടോ അളക്കാൻ വേണ്ടിയിട്ട് ഡ്രില്ലറായിട്ട് വാങ്ങി. ഇപ്പോൾ വേറെ ഉപയോഗം നമുക്കത് ഉണ്ടാവില്ല, പക്ഷേ എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ തൊട്ടപ്പുറത്ത് വട ഇരിക്കുന്നുണ്ട് കേട്ടോ. വട വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ടീംസൊക്കെ നമ്മളെ സമീപിച്ചായിരുന്നു. പക്ഷേ ഇത് ഇവർ പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ടുപോകണില്ല. വരാമെന്ന് പറഞ്ഞ ഡേറ്റിലൊന്നും വരുന്നില്ല. ഞാൻ ഇപ്പം തന്നെ വില ഒരുപാട് കുറച്ചിട്ടാണിത് കൊടുക്കുന്നത്. പക്ഷേ ആൾക്കാർ പെട്ടെന്ന് എടുത്തു പോയാൽ നന്നായിരുന്നു. എടുത്തു പോകാതിരിക്കുമ്പോഴുള്ള വിഷയമാണത്. അപ്പോൾ ഇതെന്താ പറഞ്ഞ് അപ്പോൾ ഡ്രില്ലർ വാങ്ങി. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഫൈബർ അടിക്കാനുള്ള മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ കാളകളൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫൈബറിൽ ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇതിനനുസരിച്ച് നല്ല ബലമുള്ള എന്തായാലും ബലമുള്ള സാധനത്തിലാവും കൊടുക്കുന്നുണ്ടാവുക. ഇതും അതെ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയുകയാണ്. കാളത്തല 1.25 കാളത്തല. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ അവരൊരു വിവരം ഉണ്ടാവില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. ഇത് അമ്പലപ്പാറയിൽ നിന്ന് മേലൂരിക്കാണ്ട് പോകുന്ന വഴിയില്ല, അവിടെയുള്ള വഴിയാണ് കേട്ടത്. ഇവിടെ നല്ല മഴ പെയ്യാൻ സാധ്യതയുള്ളൊരു സമയത്താണ് ഞാൻ അതിൽ പോയിരുന്നത്. നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ. ഇവിടെ ഒരു ഉണങ്ങിയ മരമൊക്കെ ഉണ്ട്, പാടത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെ നിന്നും കുറച്ച് പോയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടെയൊക്കെ പോയി. നല്ല പച്ചപ്പൊക്കെ ഉള്ള അതിൻ്റെ ഇടയിൽ റോഡൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴക്കാലം മൂടിക്കണ സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഒരു പ്രത്യേക വൈബാണല്ലോ. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയട്ടെ, ഈ മഴയൊക്കെ ഇങ്ങനെ ഇപ്പോൾ പെയ്യുന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കാലാവസ്ഥയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ലോൺലിനെസ് അനുഭവിക്കും. അങ്ങനെ കുറേ വിഷയമുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറും, എവിടെയെങ്കിലും ചായ കുടിക്കാൻ കയറും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. എനിക്ക് പണ്ടത്തെ എൻ്റെ കാമുകി തേച്ച് പോയതും ഇതൊക്കെ ഓർമ്മയുള്ളൂ. ഞാൻ ആഷിഖ് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോയി. ആഷിഖ് ഹോട്ടലിലെ ബിരിയാണി എനിക്ക് അറിയുണ്ടാവും. ആ ബിരിയാണിയൊക്കെ അടിപൊളിയാണ്. അവർ ഒരുപാട് ബിരിയാണികൾ കൊണ്ടുപോയി കൊട്ടിത്തരും നമുക്ക്. അങ്ങനെയാണ് ഫുള്ള് ബിരിയാണി. ഒരു കോഴിമുട്ട കൂടി വെച്ചെന്ന് അടിപൊളിയായിരുന്നു. ആഷിഖ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ വിഷയം എന്താ, അതുപോലെ സലാഡൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ. തിന്ന് തീർക്കാൻ നല്ല സ്റ്റാമിന വേണം. പക്ഷേ ഞാനൊരു ഫുള്ള് ബിരിയാണി, ഒരു ഹാഫ് ബിരിയാണി റൈസും വാങ്ങി തിന്നു. അത്ര വിശപ്പുണ്ടായിരുന്നു. അത് രണ്ടാമത് ബിരിയാണി വെച്ചപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് റൈസ് മറ്റേ കോതൂർച്ചി അത്ഭുത ബിരിയാണി കഴിച്ച് ശീലിച്ചിട്ട് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ അൺലിമിറ്റഡ് റൈസ് അല്ലല്ലോ. അപ്പോൾ ആ ഓർമ്മ അങ്ങനെ വിട്ടുപോയി അത്. അപ്പോൾ രണ്ടാമത് ഹാഫായിട്ട് അങ്ങനെ കിട്ടുള്ളൂ റൈസ്. അങ്ങനെയാണ് എന്തായാലും കഴിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കണൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ കഴിക്കുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ബഹളമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബിരിയാണി കൊടുക്കുന്നതുകൊണ്ട് പട്ടേന്ന് ഇങ്ങനെ തട്ടുന്നുണ്ടായിരിക്കും ഒരു മഞ്ചൻ. അപ്പോൾ അത് അവർ ബിസിനസ് സംഭവിക്കണം. പക്ഷേ എനിക്ക് ഈ സൗണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ ഞെട്ടി തെറിച്ചിട്ടാണ് ബിരിയാണി കഴിച്ചിരുന്നത്. ഞാൻ അർജുന് കാലത്തല കൊണ്ടെടുക്കുമ്പോൾ അവിടെയുള്ള ഫോട്ടോസാണ് കുട്ടി. അപ്പോൾ ബൈ.